നീലി, നീ ഇവിടെ ജോലിക്ക് കയറി പറ്റണം. അവനെ കാണാൻ ആരൊക്കെ വരുന്നുണ്ട്, അവൻ ആരോടൊക്കെ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അറിയണം. ശരി ശിവാനി, ഞാൻ നോക്കിക്കൊള്ളാം. നല്ല ശ്രദ്ധ വേണം. ഇന്ന് സംഭവിച്ചതുപോലെ ഇനി മേലിൽ സംഭവിക്കരുത്. എന്തായി നോക്ക്, നീ പറഞ്ഞ പോലെ തന്നെ അവരെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ സംഭവിച്ചതെല്ലാം വേറെ കാര്യങ്ങളാണ്. നടന്ന കാര്യങ്ങളെല്ലാം വേറെയാണെന്നോ? ആദ്യമൊക്കെ കാര്യങ്ങളൊക്കെ സുഖകരമായിരുന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ കാട്ടിൽ നിന്ന് മൊത്തം തീയോ എന്തൊക്കെയോ വന്നു. പിന്നെ അങ്ങോട്ടൊരു ബ്ലാസ്റ്റ് ആയിരുന്നു. ഞാൻ രക്ഷപ്പെട്ടത് തന്നെ എന്തോ ഭാഗ്യം കൊണ്ടാ. തീ കൊണ്ട് എന്റെ മുഖമൊക്കെ പൊള്ളിപ്പോയി. വീണ് ശരീരമായ കൂടി പരുക്ക് പറ്റിയിരിക്കുന്നു. നിനക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ലടാ, എനിക്ക് ബോധം വന്നു കഴിഞ്ഞപ്പോ ഒന്ന് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു കണക്കിനാ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. എനിക്ക് തോന്നുന്നു നമുക്കങ്ങോട്ട് കിടക്കുക സാധ്യമേ അല്ല. ആ ത്രയംബക ഗുരുക്കൾ അവിടെ എന്തോ മന്ത്രപദം ചെയ്തിട്ടുണ്ട്. ഒരടി പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചില്ല. എന്നിട്ട് നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലം നിനക്ക് മനസ്സിലായോ? ആ സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഒന്നുറപ്പാ, അതിനി ഒരിക്കലും അവിടെ ഉണ്ടാക്കാൻ സാധ്യതയില്ല. അത് എന്തായാലും അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിനക്കെങ്ങനെ മനസ്സിലായി? അവര് നാഗമാണിക്യം എടുത്തു കൊണ്ടുവന്നത് എന്നെ കൊണ്ട് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അങ്ങോട്ട് ഒരു ചെറിയ ബോക്സുമായിട്ട് അവര് പോയത്. തിരിച്ചു പോകുമ്പോ ആ ബോക്സിൽ അവരത് കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോ ആ നാഗമാണിക്യം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അത് മാറ്റിയെന്നുള്ള കാര്യം നിനക്ക് ഉറപ്പാണ്? അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. ഗുഡ് വർക്ക് സാമ്രാട്ട്. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ഇനി ആ നാഗമാണിക്യം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമായി. യെസ്, ടേക്ക് കെയർ. ബൈ. സർ സർ സർ, എന്താ മോളെ? നമ്മള് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഒരു ജോലിക്കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അർജന്റായിട്ട് ഒരു കാര്യത്തിന് പുറത്തു പോവാം. സർ പ്ലീസ് സർ, ജോലി. സിസ്റ്റർ, ഇവിടെ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ വന്നിട്ട് പറയാം. താങ്ക് യു സർ. ആരായിരിക്കും ഈ മൈക്ക് വെച്ചത്? ഇവനെങ്ങാനും ആയിരിക്കോ? ഏയ്, ചാൻസ് ഇല്ല. അതിനുള്ള ബുദ്ധിയൊന്നും ഇവനില്ല. ഡാഡ്, ആ, എന്താ ഡാഡി ഒന്നും മിണ്ടാതെ പോകുന്നേ? ടയർഡായിട്ടാണോ? അങ്ങനൊന്നുമില്ല മോളെ. ഞാനൊരു കാര്യം കാണിക്കാം. ഇതെന്താണെന്നറിയോ? എന്താ ഡാഡി ഇത്? എന്താണെന്ന് നിനക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല? ഇല്ല ഡാഡ്, എന്താ ഇത്? എന്താ ഇത്? ഇതെന്ത് സാധനം? ടെക്നോളജി എത്രയ്ക്ക് ഇമ്പ്രൂവ് ആയെന്ന് കണ്ടില്ലേ? ഇതൊരു മൈക്കാ. നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് വേറെ എവിടെ ഇരുന്ന് വേണമെങ്കിലും കേൾക്കാൻ പറ്റും. മൈക്കോ? അയ്യോ, അല്ല, ഞാനും ചേച്ചിയൊക്കെ ചെറുപ്പമായിരുന്നപ്പോഴേ വലിയ മൈക്കും കോളാമ്പിയൊക്കെ ആയിരുന്നു. ഇത് ഇത്രയും ചെറുതായോ? ആക്ച്വലി ഡാഡ്, ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കുന്ന ഒരു ഡിവൈസ് ഞാൻ ഒരു സ്പൈ മൂവിയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെന്ന് തോന്നുന്നു.
ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ. നമ്മുടെ വീട്ടിലുള്ള ആർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെയാണെങ്കിൽ ഇതിവിടെ കൊണ്ടുവച്ചത് ആരായിരിക്കും? ഡാഡ്, ഇത് എനിക്ക് തരുമോ? ഞാൻ എടുത്തോട്ടെ. തൽക്കാലം ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കിതുകൊണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിയുമ്പോൾ ഇത് ഞാൻ മൂക്ക് തന്നേക്കാം. ഓക്കെ? അവൻ ആ കാട്ടിനകത്തേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അവനകത്തേക്ക് പോയില്ലേ, ഇനി നമുക്ക് എങ്ങനെ കിട്ടാനാ? ഒരുപാട് മുന്നോട്ടൊന്നും പോയിരിക്കാൻ സാധ്യതയില്ല. ഒന്ന് അറിഞ്ഞിറങ്ങിയാ കിട്ടൂടാ. ഇറങ്ങ. ആ സാംബശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ എങ്ങോട്ടാണ് പോയോന്നറിയില്ല. വീരനും ശൂരനും അവന്റെ പിന്നാലെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്ന് വെച്ചാ അവർ തിരിച്ചെത്തുന്നത് വരെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതെ ശിവാനി, അവര് വരുന്നത് വരെ കാത്തിരുന്നേ പറ്റൂ. വേറെ വഴിയില്ല. അവരെങ്ങാനും നാഗമാണിക്കുള്ള സ്ഥലത്തേക്ക് പോയാ വീരനും ശൂരനും അപകടമൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, അവർക്കൊരു പ്രശ്നവും ഉണ്ടാകില്ല. അവരത് ശ്രദ്ധിച്ചോളൂ. എന്നാലും അയാൾ ആരൊക്കെയാണ് മീറ്റ് ചെയ്യുന്നതെന്നൊന്ന് അറിയാൻ പറ്റിയാ മതിയായിരുന്നു. നാഗമാണിക്യവുമായി ബന്ധമുള്ള വ്യക്തിയാണവൻ. അതുകൊണ്ട് തന്നെ എല്ലാം ശ്രദ്ധയോടെ ചെയ്യും. വീരനും ശൂരനും എടുത്തുചാട്ടക്കാരാണ്. അപകടത്തിലൊന്നും ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു നീലി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ ടെൻഷനാവണ്ട. അവർ രണ്ടാളും വരുന്നത് വരെ കാത്തിരിക്കാം. എനിക്കെന്തോ വല്ലാതെ ഭയം തോന്നുന്നു. അവരെങ്ങാനും പിടിക്കപ്പെട്ടാൽ നമ്മളെക്കുറിച്ച് എല്ലാവരും അറിയും. നമസ്കാരം ഗുരുക്കളെ. എന്തിനാ വന്നത്? ഒന്നുമില്ല ഗുരുക്കളെ, അങ്ങയൊന്ന് കണ്ടുപോകാമെന്ന് കരുതി വന്നതാ. ഇവിടം വരെ ഒന്ന് വന്ന് അങ്ങേ കണ്ടു കഴിയുമ്പോൾ മനസ്സിന് അല്പം സമാധാനം ലഭിക്കും. എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് ഒന്നും തന്നെ ശരിയാവുന്നില്ല. മനസ്സിനൊരു സമാധാനവുമില്ല. എപ്പോഴും പ്രശ്നങ്ങളാ. എന്താണ് അതിന്റെ കാര്യം? ദിഗ്വിജയന്റെ ഇപ്പോഴത്തെ സ്വഭാവം കാണുമ്പോൾ എന്തോ എനിക്ക് പേടിയാവുന്നു ഗുരുക്കളെ. എന്ത് ചെയ്യാനാ? നമ്മുടെ കൂടെയുള്ളവരിങ്ങനെ നമ്മളോട് പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാം വിധിയാണെന്ന് കരുതി മിണ്ടാതിരിക്കാം. അതൊക്കെ ഇവിടെ വന്ന് അങ്ങയോട് പറയുമ്പോൾ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാ പറയുന്നത്. പിന്നെ വല്ലതും? ഗുരുക്കളെ, എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് ശരിയായ പരിഹാരം കണ്ടെത്തി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗുരുക്കളെ.
എന്നോട് തന്നെ കള്ളം പറയുകയാണോ? ദിഗ്വിജയനെയും എന്നെയും തമ്മിലടിപ്പിക്കുകയല്ലേ നിന്റെ ഉദ്ദേശം? നിന്നെ ഞാൻ ചുട്ടി ചാമ്പലാക്കി കളയും. നീ ഒന്നും പറയണ്ട. അങ്ങയുടെ മഹാശക്തിക്ക് മുൻപിൽ ഞാനൊന്നുമല്ലെന്നറിയില്ലേ? ഞാനെന്തിനൊന്നുള്ളൂ പറയണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അങ്ങയുടെ ദിവ്യദൃഷ്ടിയിൽ നാഗമാണിക്യം വെച്ചിരിക്കുന്ന സ്ഥലമൊന്ന് നോക്ക്. അവര് നാഗമാണിക്യം അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയണ്ട. ദിഗ്വിജയൻ എന്നോട് അങ്ങനെ ചെയ്യാൻ ഒരു സാധ്യതയുമില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ ഇവിടെ വെച്ച് കൊന്നോ. നേരെ ഇത്രയായിട്ട് അവരെന്താ വരാത്തത്? അവർക്കെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് നീലി. എനിക്കും ഇപ്പൊ അത് തന്നെയാ തോന്നുന്നത് ശിവാനി. അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. അവരൊന്ന് വിളിച്ചു നോക്കി. എന്തുപറ്റി? നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. തെറ്റ് ചെയ്തല്ലോ നമ്മള്. അവരെ അങ്ങോട്ട് അയക്കുന്നതിന് മുൻപേ ആലോചിക്കേണ്ടതായിരുന്നു. അവരെങ്ങോട്ടാ പോയെന്നറിഞ്ഞിരുന്നെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാമായിരുന്നു. പക്ഷെ എവിടെന്ന് അറിയില്ലല്ലോ. ഫോൺ നോട്ട് റീച്ചബിൾ എന്ന് പറയണമെങ്കിൽ ദൂരെ എവിടെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഏതെങ്കിലും കാട്ടിനകത്തായിരിക്കും. അവർക്കെന്തെങ്കിലും സംഭവിച്ചാ നാഗമാണിക്യം കണ്ടുപിടിക്കാൻ നമ്മൾ ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ആ സാംബശിവൻ അതിസമർത്ഥനാണ്. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും നീലി. നാഗലോകത്ത് നിന്ന് അവനെ കണ്ടുപിടിക്കാനാണ് നമ്മൾ വന്നതെന്ന് അയാൾ ഒരു കാരണവശാലും അറിയാൻ പാടില്ല. അഥവാ അവൻ അതറിഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള വഴികൾ കഠിനമായിരിക്കും. ഈ വീരനും ശൂരനും എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു. എനിക്കറിയണം എന്റെ ശത്രുക്കൾ ആരാണെന്ന്. അവൻ ഒരുത്തൻ കാരണം എനിക്കെന്റെ വീട്ടുകാരെ വരെ സംശയിക്കേണ്ടി വന്നു. ഇത്രയും ദിവസം ഞാൻ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഒരു കാലത്ത് എനിക്ക് വേണ്ടി കാത്തിരുന്നവർ തന്നെ ഇന്നെനിക്കെതിരെ ആയുധമെടുത്തിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു അതീത ശക്തി ഉണ്ടാവും. പക്ഷെ എന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഞാനാണ്, നിയന്ത്രിക്കുന്നതും ഞാനാണ്. ഞാൻ സംസാരിക്കുമ്പോൾ സ്തുതി പാടിയിരുന്നവരെല്ലാം എന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതായി.
ഇതൊരിക്കലും ശുഭലക്ഷണമല്ല. എന്റെ കോട്ടയിലേക്ക് കണ്ണുവെച്ചിരിക്കുന്നവന് പരിണാമം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. അതോടെ അവന്റെ അന്ത്യമായിരിക്കും. മുതലാളി ഇത് എവിടെ പോയി? കാണാൻ ആരൊക്കെയോ നിപ്പുണ്ടല്ലോ. മുകളിലുണ്ട് നന്ദിശണ്ണ. ആണോ? മുതലാളി, മുതലാളി, മുതലാളി. ഓ, എന്താ കാര്യം നന്ദിച്ച? മുതലാളിക്ക് എന്താ പറ്റിയേ? ഇവിടുന്ന് ആയിരുന്നില്ലല്ലോ. എന്റെ കാര്യം വിട്, നീ വന്ന കാര്യം പറ. ഒന്നുമില്ല മുതലാളി, സാമ്രാട്ടിന്റെ കോൾ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മൈക്കിന്റെ കാര്യം എന്തായി മുതലാളി? വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചു, അവർക്കാർക്കും ഒന്നും അറിയില്ലടാ. വെറുതെ ഞാൻ അവരെ സംശയിച്ചത്. അവരുടെയൊക്കെ മുഖം കണ്ടപ്പോൾ തന്നെ ഒന്നും അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചേ, വീട്ടിലുള്ളവരൊന്നും ആയിരിക്കില്ല, പുറത്തുള്ള ആരെങ്കിലും ആയിരിക്കും. അതെ, അതാരാണെന്ന് കണ്ടുപിടിക്കലാണ് നമ്മുടെ അടുത്ത ജോലി. കോൾ ലിസ്റ്റ് നോക്കിയിട്ട് സാമ്രാട്ട് ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരേ ഒരാളോട് മാത്രം സംസാരിച്ചിട്ടില്ല. അതാരോടാ മുതലാളി? സാംബശിവൻ, ഡോക്ടർ സാംബശിവൻ. അപ്പൊ തന്നെ സത്യം എന്താണെന്ന് മനസ്സിലായി. എന്നുവെച്ചാ ആ 5 പേരിൽ ഒരാള് സാംബശിവൻ അല്ലെന്നാണ്? നന്ദിശ, ഈ സാംബശിവനെ ഭയങ്കര ബുദ്ധിശാലിയാണെന്ന് സ്വയം അങ്ങ് വിചാരിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ലേ ചതുരംഗപ്പലകയിലെ കാലാളിനെ കുറിച്ച്? അതാണ് സാമ്രാട്ട്. അവനെ പിന്നിൽ നിന്ന് നയിക്കുന്ന രാജാവ് സാംബശിവൻ. അതെങ്ങനെയാ മുതലാളി? സംസാരിച്ചിട്ട് പോലുമില്ലല്ലോ. ആര് സംസാരിച്ചിട്ടില്ലെന്നോ നന്ദീശ? ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരിരുവരും പരസ്പരം മീറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഫോണിൽ സംസാരിച്ചാൽ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയമോ അതോ മറ്റു വല്ല പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഐ എം ഷുവർ സാംബശിവൻ ഈസ് ദ മാസ്റ്റർ മൈൻഡ്. സത്യമാണോ? അതെ നന്ദീശ. മുന്നിൽ നിൽക്കുമ്പോൾ അവൻ നല്ല പിള്ള ചമഞ്ഞു നിൽക്കുകയും പുറകിൽ നിന്ന് നല്ല പ്ലാനിങ് നടത്തുകയും ചെയ്യും. ആവുന്നത്ര വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ആ സാംബശിവൻ വേറെന്തെങ്കിലും ചെയ്ത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവന്റെ മേലെ നിന്റെ ഒരു കണ്ണ് വേണം. അവനെ ഇപ്പൊ തന്നെ പോയി കണ്ടാലോ മുതലാളി? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം നന്ദീശ. അവൻ കുഴിച്ച കുഴിയിൽ അവനെ തന്നെ നമുക്ക് വീഴ്ത്താം. ഈ ദിഗ്വിജയനോട് കളിക്കാൻ നിന്നാൽ അത് ബാധിക്കാൻ പോകുന്നത് അവനെ തന്നെയാണ്.